സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. 80കളുടെ അവസാനം റിലീസായ ഒരു ചിത്രമാണ് VK പവിത്രൻ സംവിധാനം ചെയ്ത ആരോ ഒരാൾ ഉപ്പ് തുടങ്ങിയ ചിത്രങ്ങളുടെയൊക്കെ സംവിധായകനാണ്. സിനിമയെക്കുറിച്ച് നല്ല ജ്ഞാനമുള്ളൊരു വ്യക്തിയാണ് ശ്രീ പവിത്രൻ്റെ ഉത്തരം എന്ന ചിത്രത്തെക്കുറിച്ചുള്ള ആസ്വാദന ഓർമ്മയാണ് ഞാനിവിടെ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. ശ്രീ MT വാസുദേവൻ നായരാണ് കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം. ഏതോ ഒരു ഇംഗ്ലീഷ് കൃതിയുടെ അവലംബമാണ് ഈ രചനയ്ക്ക് ആധാരമെന്ന് അന്ന് പറഞ്ഞു കേട്ടിരുന്നു. ശ്രീ മമ്മൂട്ടിയാണ് മുഖ്യ വേഷം. സുകുമാരൻ, അപർണയാണെന്ന് തോന്നുന്നു വൈശാലിയായി അഭിനയിച്ച നടി. ഇവരൊക്കെയാണ് മുഖ്യ കഥാപാത്രങ്ങൾ. ശ്രീ വിദ്യാധരൻ ഈണമിട്ടൊരു ഗാനം, ONV വിദ്യാധരൻ ടീമിൻ്റെ ഒരു ഗാനവും ഉണ്ട്. 80കളുടെ അവസാനം TV-യിൽ, അതോ 90കളുടെ ആദ്യമോ പഠന കാലത്തൊക്കെ TV-യിൽ കണ്ട ഓർമ്മയാണ് ഈ ചിത്രം. മാധ്യമ ജ്ഞാനമുള്ളൊരു സംവിധായകൻ്റെയും രചയിതാവിൻ്റെയും ഒക്കെ ചിത്രമാണ്. ഒരു കുറ്റാന്വേഷണ അല്ലെങ്കിൽ ഒരു സംഭവത്തെ അന്വേഷിക്കുന്ന ആ ഒരു മൂഡ് അല്ലെങ്കിൽ ആ ഒരു പശ്ചാത്തലമാണ് ത്രൂഔട്ട് ഈ കഥ. അന്ന് പുതുമയുള്ളതും രസമുള്ളതുമായി തോന്നി. നിലവാരമുള്ളൊരു ചിത്രമാണ്. കാരണം സിനിമാ നിർമ്മാണവും അല്ലെങ്കിൽ രചനയും ഒക്കെ ആർക്കും നടത്താം, അല്ലെങ്കിൽ ഏത് രീതിയിലും ചെയ്യാം. അതൊരു കലാകാരൻ്റെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതാണ്. എങ്കിൽ പോലും ഒരു സൃഷ്ടി നിലവാരത്തിലേക്ക് വരുമ്പോൾ നാം അതിൻ്റെ സൃഷ്ടാക്കളെ ശ്രദ്ധിക്കുന്നു. അല്ലെങ്കിൽ ആസ്വാദകന്, സിനിമയെ ഗൗരവമായി കാണുന്ന ഒരു ആസ്വാദകനെ സംബന്ധിച്ച് അത് ഒരു വരദാനമാണ്. അത്തരം ഒരു നല്ല ചിത്രമാണ് ഈ പറഞ്ഞ ഉത്തരം. 80കളുടെ അവസാനം ഇറങ്ങിയ MT പവിത്രൻ ടീമിൻ്റെ ഉത്തരം. മുമ്പും നല്ല സിനിമയുമായി ബന്ധപ്പെട്ട് ശ്രീ പവിത്രൻ്റെ പേര് ധാരാളം കേട്ടിരിക്കുന്നു. ഇപ്പോൾ പവിത്രനും MTയും ഒന്നും ഇപ്പോൾ ഓർമ്മയായി. അന്ന് സിനിമയെ ഗൗരവമായി കണ്ടിരുന്ന, നല്ല സിനിമയെ ആവേശത്തോടുകൂടി മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന, സ്നേഹിച്ചിരുന്ന എന്നെപ്പോലുള്ള ചെറുപ്പക്കാർക്ക് അന്നത്തെ ഇംഗ്ലീഷ് ചിത്രങ്ങളുടെ ഒഴുക്കിൽ ഉത്തരം ഒരാശ്വാസമായിരുന്നു. കാരണം ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഒരു കുടുംബ പശ്ചാത്തലം. ശ്രീ സുകുമാരൻ, അപർണയാണെന്ന് തോന്നുന്നു ആ വൈശാലിയിലെ നായിക, അവരുടെ ഒരു വീടാണ് കാണിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരു ഷോർട്ട് ലോങ്ങിലേക്ക് പോകുന്നു തോന്നുന്നു. ഒരു വെടി പൊട്ടുന്നു, ഒരു വെടി ഒച്ച ശബ്ദം കേൾക്കുന്നു. പിന്നെ ആ നായിക സ്വയം വെടിവെച്ച് മരിച്ചു കിടക്കുന്ന രംഗമാണ്. അപ്പോൾ ആ നായികയ്ക്ക് ചില മാനസിക സംഘർഷങ്ങൾ നിമിത്തമാണ് സ്വസ്ഥമായൊരു കുടുംബം ജീവിതം നയിച്ചിരുന്ന നായികയ്ക്ക് ഇങ്ങനെ ഒരു ആത്മാഹുതി ചെയ്യാനൊരു ചോദന ഉണ്ടായത്. ആ ചോദനയെ വിശകലനം ചെയ്യുകയാണ് തുടർന്നങ്ങോട്ട്. നല്ലൊരു ചിത്രമായിരുന്നു. നിങ്ങളിൽ പലരും TV-യിൽ ഈ ചിത്രം കണ്ടിരിക്കുമെന്ന് തോന്നുന്നു. മമ്മൂട്ടിയുടെ സാന്നിധ്യമുണ്ട്. തിയേറ്ററിലും ഇത് 50, 60, 70 ദിവസമൊക്കെ ഓടിയ ചിത്രമാണ്. ശ്രീ VK പവിത്രനെ പോലെ അന്നത്തെ ആ സിനിമയുടെ ആ ഒരു ലേബലുള്ള നല്ല സിനിമയെ സ്നേഹിക്കുന്ന ശ്രീ പവിത്രൻ്റെ ചിത്രമൊക്കെ 80കളുടെ അവസാനം ആ ഒരു പശ്ചാത്തലത്തിൽ
60-70 ദിവസം തിയേറ്ററിൽ ഓടുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. പക്ഷേ ടി വാസുദേവൻ നായരുടെ പിൻബലമുണ്ട് എന്ന കാര്യം സമ്മതിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആ രചനാതന്ത്രവും സംഭാഷണങ്ങളുടെ ആ ഒരു ഒതുക്കവുമൊക്കെ നമുക്ക് ആസ്വാദകനത് മനസ്സിലാകും. അപ്പോൾ നിങ്ങളിൽ കഥ ഇവിടെ ചുരുക്കി പറയലല്ല ചലച്ചിത്ര വിശകലനമെന്നറിയാം. അതുകൊണ്ട് കഥയെ ചുരുക്കി പറയാൻ ഇവിടെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് എനിക്കിഷ്ടവുമല്ല, എൻ്റെ പ്രേക്ഷകർക്കും അത് ഇഷ്ടം തോന്നില്ല. അപ്പോൾ ചിത്രം കണ്ടവർ അവരുടെ അഭിപ്രായം ഇവിടെ രേഖപ്പെടുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടും നിങ്ങളുടെ കാഴ്ചപ്പാടും തുലനം ചെയ്യാമല്ലോ. ഇപ്പോൾ 80കളുടെ അവസാനം ഇറങ്ങിയ ചിത്രമാണ്. പലർക്കും ആ ചിത്രം അടുത്തിടെ കണ്ടവർക്ക് ഓർമ്മയുണ്ടാവും. എന്നെപ്പോലെ 90കളുടെ ആദ്യം കണ്ടു മറന്ന ചിത്രത്തെക്കുറിച്ച് ഇപ്പോൾ ആസ്വാദനം പറയാൻ ചിലപ്പോൾ നാമൊക്കെ ബുദ്ധിമുട്ടും. എങ്കിലും ഈ ഓർമ്മ നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് തോന്നി. ചിത്രത്തിൻ്റെ ആ ഒഴുക്കും മറ്റ് MDയുടെ രചനാതന്ത്രമൊക്കെ വളരെ മാധ്യമത്തിന് യോജിച്ചൊരു രീതിയിലാണ് വന്നിട്ടുള്ളത്. നന്ദി, നമസ്കാരം സുഹൃത്തുക്കളെ.